രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ കേസിന്റെ വിവരം അന്വേഷണ സംഘം സ്പീക്കറെ അറിയിക്കും. നിലവിലെടുത്തിരിക്കുന്ന കേസിന്റെ വിവരങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് ഇന്ന് കൈമാറും. ഈ മാസം 15-ന് നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് നീക്കം. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കേസിന്റെ അന്വേഷണ പുരോഗതിയൊക്കെ സ്പീക്കറെ അറിയിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. അത് എത്രത്തോളം കുരുക്കാകും രാഹുൽ മാങ്കൂട്ടത്തിന്? ദിവ്യ, ഇത് രണ്ട് തരത്തിലാണ്. ഇതൊരു സാങ്കേതികപരമായ നടപടിയാണ്. ഒരു ജനപ്രതിനിധിക്കെതിരെ MLAക്കെതിരെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് വിവരങ്ങൾ സംബന്ധിച്ച അന്വേഷണ സംഘം അത് സ്പീക്കറെ അറിയിക്കുക എന്നുള്ളത് അതിൻ്റെ നടപടി എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇപ്പോൾ നിലവിലിത് ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIRലെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിരിക്കുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി ഉൾപ്പെടെ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ഒരു സാങ്കേതികമായ നടപടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു വളരെ പ്രധാനപ്പെട്ടാകുന്നത് ഈ മാസം 15-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞിരുന്നെങ്കിലും, രാഹുൽ നേരിട്ട് പറഞ്ഞതല്ല, രാഹുൽ എത്തിയേക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത് രാഹുൽ എത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ചർച്ചകൾക്കും സഭയിലൊക്കെ ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ പോകുന്നുള്ളത് നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് സ്പീക്കറുടെ മുന്നിലോട്ട് എത്തുമ്പോൾ നിയമപരമായി വലിയ രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. കാരണം സ്പീക്കർ ഈ ഒരു കേസെടുത്തതിൻ്റെ പേരിൽ MLAയോട് ഇത്തരത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു വിഷയം എന്തായാലും സർക്കാർ സ്വാഭാവികമായും മന്ത്രിമാരും CPM-ഉം ഉൾപ്പെടെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സ്പീക്കറാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഭയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തണോ എന്നതൊക്കെ തീരുമാനിക്കുക? ഇനി ഇത് സാങ്കേതികപരമായ ഒരു നടപടി മാത്രമാണ്. അത്തരത്തിലുള്ളൊരു MLAക്കെതിരെ കേസ് വരുമ്പോൾ സ്പീക്കറെ അറിയിച്ചു എന്നുള്ളതാണ്. ഒരു കേസിൽ പ്രതിയായി അല്ലെങ്കിൽ FIR ഇട്ടു എന്നുള്ളത് കൊണ്ട് MLAയോട് പങ്കെടുക്കരുത് എന്നുള്ളൊരു കാര്യം എന്തായാലും സ്പീക്കർക്ക് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു നടപടിയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സ്പീക്കറിന് MLAയോട് വിശദീകരണം തേടാം. പക്ഷേ സഭാ സമ്മേളനങ്ങളിൽ ഈ ഒരു പ്രശ്നം കാര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിലപാടിലൊന്നും സ്പീക്കറിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത്.